കേരളത്തിൽ വരാൻ പോകുന്ന ഇടതുപക്ഷ മഹാവിജയത്തിന് വഴികാട്ടുന്ന നാടായിരിക്കും പാല എന്നതിന്റെ സൂചനയാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള നിങ്ങളുടെ കണ്ണുകളിലെ ആത്മവിശ്വാസത്തിന്റെ തിളക്കം കാണുമ്പോൾ ആ നിഗമനത്തിലാണ് ഏതൊരാൾക്കും ചെന്നെത്താൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ അവശേഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ UDF സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്താ വിവാദ കോലാഹലങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതിൽ മിക്കവാറും മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം, കോൺഗ്രസിന്റെ നേതാവ് കണ്ണൂർ MP അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് വാശി പിടിക്കുകയാണ്. അദ്ദേഹം അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആ തർക്കത്തിൽ നീണ്ടു പോവുക. അപ്പൊ മാധ്യമങ്ങൾ ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന് സീറ്റ് കിട്ടാനിടയില്ല, അതുകൊണ്ട് അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ പോവുകയാണ്. ആ പാർട്ടി BJPയുമായി ചർച്ച നടത്തി NDAയിലെ ഒരു ഘടകകക്ഷിയാവാൻ പോവാണ്. ഇതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഞാൻ ആരോപിക്കുന്നതല്ല. പക്ഷെ ഇങ്ങനെയെല്ലാമുള്ള വാർത്തകൾ ഇങ്ങനെ 24 മണിക്കൂറും മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഒടുവിൽ ഡൽഹിയിലെ ചർച്ചകൾക്ക് പോയ അദ്ദേഹം നിരാശാഭരിതനായി ദുഃഖിതനായി മടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാൻ മത്സരിക്കാനൊന്നുമില്ല. അദ്ദേഹം പിൻവാങ്ങി. അത് പലർക്കും സംശയം തോന്നി, ഇതെന്തു പറ്റി? അദ്ദേഹത്തെ അല്ലെങ്കിലും മൃഗങ്ങളുടെ പേര് പറഞ്ഞാണ് പലരും വിശേഷിപ്പിക്കാറ്, സ്നേഹം കൊണ്ട്. എന്തോ ആവട്ടെ, സ്വന്തമായി മത്സരിക്കും എന്ന് വാശിയോടെ പറഞ്ഞ KPCCയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ നേതാവ് അതിൽ നിന്നെല്ലാം പൊടുന്നനെ പിൻവാങ്ങി നിരാശനായി ദുഃഖിതനായി കേരളത്തിലേക്ക് വന്നു. എന്താ സംഭവിച്ചത് മറ്റൊന്നുമല്ല. ഒടുവിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഖാർഗെ, മല്ലികാർജുന ഖാർഗെ, അദ്ദേഹത്തെ വിളിച്ചിരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു കടലാസ് കൊടുത്തു. ആ കടലാസ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യാൻ 50 കോടി കൊടുത്തു കൊണ്ടുവന്ന കനകോലുവിന്റെ ഒടുവിലത്തെ സർവേ റിപ്പോർട്ടാണ്. ആ സർവേ റിപ്പോർട്ട് മുന്നിലേക്ക് കൊടുത്തിട്ട് ഖാർഗെ ചോദിച്ചു, അങ്ങ് മത്സരിക്കണമെന്ന് വാശി പിടിക്കുന്നത് മുഖ്യമന്ത്രിയാവണം എന്ന് സ്വപ്നം കൊണ്ടല്ലേ? ഒടുവിലത്തെ സർവേ സയന്റിഫിക് സർവേ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പ്രകാരം നിലവിൽ UDFിലുള്ള MLAമാരിൽ ഒരു 10 എണ്ണം കൂടി കുറയാനാണ് സാധ്യത എന്നാണ് കാണുന്നത്. അങ്ങേക്ക് പാർലമെന്റ് അംഗത്വം രാജിവെച്ചൊരു MLA ആയി, പ്രതിപക്ഷ MLA ആയി നിയമസഭയിൽ ഇരിക്കണോ? ഒന്നും പറയാതെ സുധാകരൻ എഴുന്നേറ്റു. അദ്ദേഹം അടുത്ത വണ്ടി കയറി. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് ഇന്നലെ അദ്ദേഹം തന്നെ അറിയാതെ പറഞ്ഞു. ഈ പറഞ്ഞ കഥ മുഴുവനില്ലെന്നേ ഉള്ളൂ. മലയാള മനോരമ ടെലിവിഷൻ ചാനലിന്റെ ഇന്റർവ്യൂവിൽ ശ്രീ സുധാകരൻ പറയുന്നു, പിണറായിക്ക് 3-ാം ഊഴം കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പു പറയാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ പറയുന്ന ആരും കരുതിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് പൂർണ്ണമായും നിരാശാഭരിതമായി തകർന്ന് പാളീസായിരിക്കുകയാണ്. അദ്ദേഹം അത് അറിയാതെ ഇന്നലെ TV ചാനൽ ഇന്റർവ്യൂവിൽ അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം
മറ്റേയാൾ പറയുന്നുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടല്ലോ കിട്ടുമെന്ന് 100 സീറ്റ്. അതേപോലെ അവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പില്ല. അങ്ങനെ പറയാൻ മാത്രമുള്ള ഉറപ്പ് എനിക്കില്ല. കാരണം അന്ന് സർവേ റിപ്പോർട്ട് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് 3-ാം ഊഴത്തിന് ഇടതുപക്ഷത്തെ ആനയിക്കാൻ മലയാളി തയ്യാറെടുക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഈ സർവേ റിപ്പോർട്ട് സംഗതി കനകോല് തയ്യാറാക്കിയതാണെങ്കിലും സത്യമാണ് എന്ന് കാണാൻ പറ്റും. എന്താ കാരണം? കഴിഞ്ഞ ഒരു ദശാബ്ദം 2016 മുതൽ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റം, കേരളത്തിന് കൈവന്ന അവസരങ്ങൾ, നമ്മുടെ നാടിന്റെ വളർച്ച, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതുണ്ടാക്കിയ പ്രതിഫലങ്ങൾ നിസ്സാര കാര്യമല്ല. ഞാൻ ഓരോന്നായി വിശദീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. LDF-ന്റെ സമാദരണീയരായ നേതാക്കന്മാരെല്ലാം ഇവിടെ വേദിയിലുണ്ട്. അവരൊക്കെ സംസാരിക്കും. ആധുനിക കേരളത്തിന്റെ ചരിത്രം നാളെ ആരെങ്കിലും രചിക്കുമ്പോൾ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ സുവർണകാലം എന്ന് ഏതെങ്കിലും ഒരു കാലത്തെ വിശേഷിപ്പിച്ചാൽ 2016 മുതലുള്ള ഒരു ദശാബ്ദമായിരുന്നു കേരളത്തിലെ സുവർണകാലം എന്ന് വിധി എഴുതുമെന്ന കാര്യത്തിൽ ഒരു സംശയവും. സാധാരണ LDF-നെതിരായി പലരും ഉയർത്തുന്ന ഒരു വിമർശനം, ഈ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷനും മറ്റുമൊക്കെ കൊടുക്കും, പക്ഷെ വൻകിട വികസനമൊന്നും അവർ കൊണ്ടുവരില്ല. വലിയ വ്യവസായങ്ങൾ അതിലൊന്നും അവർ ശ്രദ്ധിക്കില്ല എന്നൊക്കെയാണ്. ഒരടിസ്ഥാനമില്ലാത്ത പ്രശ്നമാണ്. പക്ഷേ ആവർത്തിച്ച് പ്രചരിപ്പിച്ച് ജനങ്ങളുടെ പൊതുബോധമായി അത് മാറിയില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആ പൊതുബോധത്തെ പോലും മുൻപോട്ട് കൊണ്ടുപോകാൻ UDF-നാവില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റം ഒരു വാചകത്തിൽ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വൻകിട വികസന പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകുന്ന ക്ഷേമ പദ്ധതികളും, ഇത് രണ്ടും സമന്വയിപ്പിക്കാനായി. അതാണ് നേട്ടം. രണ്ടും സമന്വയിപ്പിച്ചു കേരളം പുതിയ ഒരു യുഗത്തിലെത്തി. ജനങ്ങളുടെ ജീവിതത്തിൽ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ആശ്വാസമായി അനുഭവപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, ദേശീയപാത വികസനം വൻകിട പദ്ധതി. ഞാൻ അതിന്റെ ചരിത്ര വിശദാംശങ്ങളിലേക്ക്, പശ്ചാത്തലത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അസാധ്യം, അപ്രായോഗികം എന്ന് ഫയലിൽ എഴുതി അവസാനിപ്പിച്ചതാണ്. മരിച്ചുപോയ പദ്ധതിയെ ഇപ്പോ യാഥാർത്ഥ്യമായി. ഗെയിം പൈപ്പ് ലൈൻ, കൊച്ചി ഇടമൺ പവർ ഹൈലേക്ക്, ഈ പദ്ധതികളുടെ എല്ലാം പ്രത്യേകത ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് അസാധ്യം എന്ന് തീർപ്പ് കൽപ്പിച്ച പദ്ധതികളാണ്. ഇപ്പൊ മരിച്ചുപോയ മനുഷ്യനെ ജീവിപ്പിക്കാനാവുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഈ 2026 ഉത്തരം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾക്കൊന്നും ജീവൻ മനുഷ്യന് തിരികെ നൽകാൻ സാധിച്ചിട്ടില്ല. മരിച്ചാൽ മരിച്ചു. എന്നാൽ മൺമറഞ്ഞു പോയ വികസന പദ്ധതികൾക്ക് ജീവൻ നൽകാനാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ മരിച്ചു മണ്ണടിഞ്ഞു പോയി എന്ന് കരുതിയ വികസന പദ്ധതികൾക്ക് പുതുജീവൻ പകർന്നു നൽകിയ ജാലവിദ്യ യാഥാർത്ഥ്യമായ നാടാണ് സഖാവ് പിണറായി നയിക്കുന്ന ഈ കേരളം എന്ന് ധൈര്യസമേതം നമുക്ക് പറയാൻ പറ്റും.